ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ BJP ഹാട്രിക്ക് വിജയം നേടിയിരിക്കുകയാണ്. ഈ ഒരു വിജയത്തിന് ചുക്കാൻ പിടിച്ചവരിൽ പ്രധാനപ്പെട്ട പാലക്കാട് മണ്ഡലം പ്രസിഡന്റ്, BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ശശികുമാർ എം ആണ് ഇന്ന് ബ്രേവ് ഇന്ത്യക്കൊപ്പമുള്ളത്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്ത് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ്. കഴിഞ്ഞ 2 ടേമിലും പാലക്കാടിൻ്റെ 2 വാർഡുകളിൽ നിന്നായിട്ട് അദ്ദേഹം വിജയം വരിച്ച ആളാണ്. പാലക്കാടിൻ്റെ വികസന പ്രവർത്തനങ്ങളും ഇതുവരെ BJP ചെയ്ത വികസനങ്ങളെക്കുറിച്ചും അദ്ദേഹം നമ്മളോട് സംസാരിക്കും. ശ്രീ ശശികുമാർ, ഈ പാലക്കാട് നഗരസഭ എന്ന് പറയുമ്പോൾ കേരളത്തിൽ BJPക്ക് ആദ്യം ഭരണം ലഭിക്കുന്നൊരു നഗരസഭയാണ്. പൊതുവെ സംഘപ്രസ്ഥാനങ്ങൾക്കുമൊക്കെ ഒരു നല്ല വേരോട്ടമുള്ള ഒരു മണ്ണാണ്. അപ്പോൾ അവിടെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് ഇപ്പോൾ 2ാമത്തെ ടേമും കൗൺസിലറായിരിക്കുകയാണ്. BJPയുടെ മണ്ഡലം പ്രസിഡൻ്റാണ്, പാലക്കാട് മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരാൻ, അതായത് പാലക്കാട് പൊതുവെ പറയപ്പെടുന്നത് RSSനൊക്കെ അത്ര വേരോട്ടമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ രാഷ്ട്രീയപരമായിട്ടൊരു വേരുറപ്പിക്കുന്ന BJP വേരുറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഇപ്പോൾ നഗരസഭ വീണ്ടും പിടിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ളൊരു ചുവടുവയ്പ്പ് എങ്ങനെയായിരുന്നു? രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത് 1992 കാലത്ത് വീട്ടിൻ്റെ മുറ്റത്ത് നടന്ന ബാലശാഖയിൽ എൻ്റെ സഹോദരൻ കൈപിടിച്ച് കൊണ്ടുപോയ കാലഘട്ടം തൊട്ടിന് സംഘമായിട്ട് ബന്ധമുണ്ട്. പിന്നെ ഇടക്കാലത്ത് അവിടെ ശാഖ നിന്നു, പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഹൈസ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഹൈസ്കൂള് CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ഓപ്പോസിറ്റായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കൂട്ടുകാരും എല്ലാവരും അതൊരു പാഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയിരിക്കുക, അവിടുത്തെ മാസികകളും പത്രങ്ങളും വായിക്കുക. SFI ഭരിച്ചിരുന്ന SFIക്ക് മൃഗീയമായിട്ടുള്ള ഒരു ആധിപത്യം ഉണ്ടായിരുന്ന ഒരു സ്കൂളായിരുന്നു. ഒരു ചെറിയ ആകർഷണമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ചെന്നുപെടാണ്ട് അപ്പോഴും തടഞ്ഞു നിർത്തിയത് എൻ്റെ സഹോദരൻ തന്നെയാണ്. സഹോദരൻ ABP പിന്നെ ആ രീതിയിൽ ABPയുടെ ലീഡർഷിപ്പിലേക്ക് വന്നു. പിന്നെ ഈ സംഘപ്രസ്ഥാനത്തിനോടൊപ്പം തന്നെയാണ് സഞ്ചരിച്ചത്. വീണ്ടും നമ്മുടെ സ്ഥലത്ത് ശാഖ തുടങ്ങി. ശാഖാ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. പിന്നെ നമ്മൾ തിരിഞ്ഞ് മറ്റു വഴികളിലൊന്നും പോയിട്ടില്ല. അതാണ് രാഷ്ട്രീയത്തിൻ്റെ തുടക്കം, പൊതുപ്രവർത്തനത്തിൻ്റെ തുടക്കം. ഈ ഇടക്കാലത്ത് ഇപ്പോൾ ഈ ഒരു സമൂഹത്തിൽ നിന്നൊക്കെ ഈ RSSൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് കുറച്ചൊരു മാറ്റി നിർത്തലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരു വിലക്കുകളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നല്ലോ. അത് എന്തായിരുന്നു, എന്തുകൊണ്ടാണ്? അതെ, ഞങ്ങൾ ഒരു തമിഴ് സമൂഹമാണ്. നമ്മൾ പാലക്കാട് അറിയാലോ, തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി പാർത്ത ഒരുപാട് ജനവിഭാഗങ്ങളുള്ളൊരു സമൂഹമാണ്. ഇപ്പോഴും പഴയ രീതിയിലുള്ള ആചാരങ്ങൾ, ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആചാരങ്ങളുണ്ട്, ക്ഷേത്രകേന്ദ്രീകൃതമായിട്ടുള്ള ചില ഭരണ സംവിധാനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ നന്മകളുണ്ടായിരുന്നു. അവിടെ ഇപ്പോഴും പഴയ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഊരുകൂട്ടങ്ങൾ, ഊരുവിലക്ക്, അത്തരം ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനവും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളുണ്ടായിരുന്നു, രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഗ്രാമത്തിനകത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി സ്ഥിരമായി വയ്ക്കാറില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സജീവമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകാറില്ല. സമുദായം അത്രയും കെട്ടുറപ്പുള്ളൊരു സമുദായമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ആളുകൾ വരും, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തും, അത് കഴിഞ്ഞ് പോവും. അങ്ങനെ ഒരു സംവിധാനമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളവിടെ ശാഖാ പ്രവർത്തനം ആരംഭിച്ചത്. ഇതുപോലൊരു വിജയദശമി നൈപുണ്യവർഗ് നടക്കുന്ന സമയത്ത് സമുദായം ഒറ്റക്കെട്ടായി ഒന്നടങ്കം മാറ്റി നിർത്തി എന്ന് പറയുന്നില്ല. ഈ സമുദായത്തിനകത്തും രാഷ്ട്രീയ താല്പര്യമുള്ള ചില ആളുകളുണ്ട്, 1-2 വിരലിൽ വ്യക്തികളുണ്ട്. അവർ കുറേ കാലമായി നമ്മുടെ ഈ സംഘപ്രവർത്തനം ആരംഭിച്ചു തൊട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്തിരുന്നു. നമ്മളെ ഏത് രീതിയിലും ഈ പ്രവർത്തനം ചെറുക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. പലതവണ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന രീതിയിൽ ഈ നൈപുണ്യവർഗം നടക്കുമ്പോൾ പരസ്യമായി വന്ന് അതിനെ തടയാനും, അതുപോലെ തന്നെ കുറ്റം വയ്ക്കുക പറയും, ഊരുവിലക്ക് പ്രഖ്യാപിക്കുകയാണ്. ഊരുവിലക്ക് പറഞ്ഞാൽ അത് 3 ഘട്ടമുണ്ട്. ഒരു വിലക്ക് വെച്ച 24 മണിക്കൂറിനകം 150 വീടുകളുണ്ട്. ഞങ്ങളുടെ സമുദായത്തിൽ 150 വീടുകളുണ്ട്. ഒരു വിലക്ക് വെച്ച് കഴിഞ്ഞാൽ 150 വീടുകളിലും നമ്മൾ ചെന്ന് അവരെ ക്ഷണിച്ച് അവരെ അസംബ്ലി ചെയ്യിപ്പിച്ച്, ക്ഷേത്രത്തിലാണ് നടക്കാറുള്ളത്, അവിടെ നമ്മൾ ഷട്ടൂരി നിൽക്കണം, അവർ വിചാരണ ചെയ്യും, അവർ പറയുന്ന ശിക്ഷ നമ്മൾ നടപ്പിലാക്കണം. ഇതാണ് രീതി. നമ്മുടെ വാദങ്ങൾ നിരത്താനൊന്നും അനുവാദങ്ങളില്ല. 2000 കാലഘട്ടത്തിലാണ്. അതുവരെ 100-500 വർഷമായിട്ടുള്ള പാരമ്പര്യം അതേ രീതിയിൽ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ രീതിയിൽ ഞങ്ങളെ ഊരുവിലക്കി. ഞങ്ങൾ 24 മണിക്കൂറിൽ മാപ്പ് പറഞ്ഞില്ല. നവരാത്രി സമയമായതുകൊണ്ട് ഞങ്ങളുടെ ഗ്രാമക്ഷേത്രത്തിൽ
നവരാത്രി പൂജയിൽ മറ്റ് 3 സ്വയം സേവക കുടുംബങ്ങൾ കൂടി ചേർന്ന് പൂജയ്ക്ക് എന്നോടൊപ്പം ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. അതൊക്കെ വിലക്കപ്പെട്ടതാണ്. ഒരു വിലക്കിയവർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നതാണ് നിയമം. അത് ലംഘിച്ചുകൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പൂജ നടത്തിയപ്പോൾ ആ 3 കുടുംബങ്ങളെ കൂടി ഒരു വിലക്കി. ആ രീതിയിൽ കാര്യങ്ങൾ വരുന്നു. മരണ വീട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ഇറങ്ങിപ്പോവും. തൊട്ടടുത്ത ബന്ധുക്കൾക്ക് പോലും അവരുടെ കല്യാണത്തിനോ വിശേഷങ്ങൾക്ക് നമ്മൾ വിളിക്കാൻ പാടില്ല. ആ രീതിയിലൊക്കെയാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം നമ്മുടെ ഉള്ളിലും രൂഢമൂലമായിട്ട് നമ്മളും ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതിൻ്റെ ഒരു മാനസിക സംഘർഷമാണ്. അമ്മയുടെ തറവാടാണ്. അമ്മയും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന സിസ്റ്റമാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെയൊക്കെ ഒരു ചെറിയ പതിപ്പെന്ന് പറയാം. കാരണം അവിടെ ഒരു നേതാവൊന്നുമില്ല, ഡയസൊന്നുമില്ല. ക്ഷേത്രത്തിലാണ് ഈ ആ നാട്ടിലെ ആ ഗ്രാമത്തിലെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. ദേവൻ്റെ മുമ്പിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അമ്പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, ചെറിയ വഴിത്തർക്കങ്ങൾ അതൊക്കെ പരിഹരിക്കുന്നു. നന്മയുള്ള ഒരു സമ്പ്രദായമാണ്. പക്ഷെ കാലക്രമേണ സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ചില സ്വാധീനമുള്ളവർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടുപോകുന്ന രീതിയിലുള്ള ദുഷ്പ്രവണതകളും കടന്നുകൂടിയിട്ടുണ്ട്. അത്തരം ഒരു കാലഘട്ടത്തിലാണ് ഇത് വന്നത്. ഇപ്പോൾ ഞാൻ വാദിച്ചത് രാഷ്ട്രീയ പ്രവർത്തനം നിരോധിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് അനുവദിക്കണം എന്നതായിരുന്നു എൻ്റെ നിലപാട്. ഞാൻ സമുദായത്തിന് ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് വാദിച്ചത്. അപ്പോൾ സമുദായ മീറ്റിങ്ങിലും സമുദായത്തിൻ്റെ ഈ ഊരുകൂട്ടം എന്ന് പറയും, ഞങ്ങൾ തമിഴ് ഊരുകൂട്ടം പറയും. അവിടെ വിലക്കപ്പെട്ട ഒരു വിലക്കിയ ആൾക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റില്ല. അവിടെ കയറി ചെന്നുകൊണ്ട് ശക്തമായി വാദിച്ചു ഞാൻ. നമ്മളൊരു ജനാധിപത്യ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഇനിയും നമുക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത്തരം വാദഗതികളൊക്കെ ഉന്നയിച്ചു. അത് കൺവിൻസ് ആയില്ല. അതൊരു സംഘർഷത്തിലേക്കൊക്കെ നീണ്ടു. പിന്നെ നമ്മുടെ സംഘത്തിൻ്റെയും പാർട്ടിയുടെയൊക്കെ ആളുകൾ വന്നു. ഗ്രാമത്തിലെ ഓരോരുത്തരെയും വ്യക്തിപരമായി സമ്പർക്കം ചെയ്തു. ഞാനും വ്യക്തിപരമായിട്ട് സമ്പർക്കം ചെയ്തു. വ്യക്തിപരമായി സമ്പർക്കം ചെയ്യുമ്പോൾ ആർക്കും നമ്മളോട് നമ്മുടെ നിലപാടുകൾ തെറ്റാണെന്നോ നമ്മൾ എന്തെങ്കിലും പാതകം ചെയ്തു എന്നോ അങ്ങനെ ഒരു നിലപാടൊന്നും ആർക്കില്ല. നിങ്ങളുടെ വാദങ്ങൾ ശരിയാണ്. പക്ഷേ ഒരു പൊതുവായ ഒരു സഭയിലേക്ക് വരുമ്പോൾ ആ അഭിപ്രായം രേഖപ്പെടുത്താൻ ആർക്കും ധൈര്യമില്ല. ആ സിസ്റ്റത്തെ ലംഘിക്കാൻ, അത് ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സമന്വയത്തിൻ്റെ പാത തീരുമാനിച്ചു. എല്ലാവരുമായി നല്ല സൗഹൃദത്തിൽ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള വഴികൾ തേടി വന്നു. ക്രമേണ 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സൊല്യൂഷനിലേക്ക് എത്തി. ആ പ്രശ്നം അങ്ങോട്ട് പരിഹരിച്ചു. അതേ വാർഡിൽ പിന്നെ തുടർച്ചയായി BJP ജയിക്കുന്ന ഒരു അവസരം വന്നു. 2020 ഞാൻ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിച്ചത് അതേ വാർഡിൽ തന്നെയാണ്. ആ സമുദായത്തിന് വ്യക്തമായ സ്വാധീനമുള്ള ആ വാർഡിൽ ആ സമുദായം ഒറ്റക്കെട്ടായി നിന്ന് എന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു. അതാണ് ഒരു തെരഞ്ഞെടുപ്പ് അനുഭവം. നമ്മൾ കാരണം ഒരു സംഘർഷത്തിലേക്ക് പോയില്ല. സമുദായത്തിൽ 1-2 വ്യക്തികളായിരുന്നു അന്നും ഒരു ഗൂഢാലോചന നടത്തി ഇത്തരം ഒരു സമുദായ വിരുദ്ധനാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. അവരെ മാത്രം അകറ്റി നിർത്തിക്കൊണ്ട് ബാക്കി സമുദായങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു സമന്വയത്തിൻ്റെ പാത സ്വീകരിച്ചു. അതിൽ സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകന്മാർ വന്നിരുന്നു, പാർട്ടിയുടെ മുതിർന്ന ആളുകൾ വന്നിരുന്നു. നമ്മളും അതിനനുസരിച്ച് പെരുമാറിയതുകൊണ്ടും ആ സൗഹൃദത്തോടു കൂടി പോയതുകൊണ്ടും യാതൊരു പ്രശ്നങ്ങളില്ല. ഇന്ന് ആ ഗ്രാമം വലിയ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോയി, തൊഴിൽപരമായി മുന്നോട്ട് പോയി. ആ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി. മറ്റൊരു വനിതയ്ക്ക് പാർട്ടി അവസരം കൊടുത്തു. കഴിഞ്ഞ തവണ എനിക്കും അവസരം തന്നു. രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിന്നിരുന്നുവെങ്കിൽ ഈ സൗഭാഗ്യങ്ങളൊക്കെ ഇപ്പോഴും ആ സമുദായത്തിന്, എൻ്റെ ഗ്രാമത്തിന് അന്യമായി പോകുമായിരുന്നു. ഒരു വലിയൊരു മാറ്റമാണ് അതിലൂടെ ഉണ്ടായത്. പൊതുവെ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് പലപ്പോഴും പുതിയ തലമുറ ചിന്തിക്കുന്നത് ഈ രാഷ്ട്രീയം എന്നാൽ അതൊരു അഴിമതിയുടെ കേന്ദ്രമാണ് എന്നുള്ള. പക്ഷേ ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ കൂടിയേ മാറ്റങ്ങൾ വരുത്താനും കഴിയുള്ളൂ. സിസ്റ്റം ഇതാണ്, സ്വാഭാവികമായിട്ടും സിസ്റ്റം വഴിയേ മാറ്റവും വരുത്താൻ കഴിയുള്ളൂ. പക്ഷേ പലപ്പോഴും ഈ അരാഷ്ട്രീയവാദികളായിട്ട് മാറിയിട്ട് ഇതെല്ലാം അഴിമതിയാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് പുതിയ തലമുറ വരുന്നൊരു കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വളരെ പഴയ കാലം തൊട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാളെന്ന നിലയിൽ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ രാഷ്ട്രീയം ഉപജീവനമായി കൊണ്ടു നടക്കുന്ന കുറേ നേതാക്കന്മാരെ കണ്ടിട്ടാണ് സമൂഹത്തിന് പൊതുവേ ഈ പൊതുപ്രവർത്തകരോട് ഒരു മതിപ്പില്ലായ്മ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മൾ കടന്നു വന്നിട്ടുള്ള സംഘടന നമ്മളെ പഠിപ്പിച്ചിട്ട് രാഷ്ട്രീയം ഒരിക്കലും ഒരു ഉപജീവന മാർഗം ആക്കരുതെന്നാണ്. ഒരു കേരളത്തിൻ്റെ പ്രഭാരിയായിട്ടുള്ള പത്മനാചാര്യജി ഒരിക്കൽ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകരായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ബൈഠക്കിൽ പങ്കെടുത്ത് ചോദിച്ചിരുന്നു. ഓരോരുത്തരും തൊഴിലെന്താണെന്ന് ആദ്യം പറയാനാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു മെസ്സേജാണ്. അത്തരം ഒരു മൂശയിൽ നിന്നാണ് നമ്മൾ വളർന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും രാഷ്ട്രീയം ഒരു ഉപജീവന മാർഗ്ഗമായി കണ്ടിട്ടില്ല. അതുകൊണ്ട്
ഈ രാഷ്ട്രീയ പ്രവർത്തനം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം, പൊതുജന സേവനം വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ സംഘടനയുടെ മുഴുവൻ സമയ പ്രവർത്തകനായിപ്പോയി. മറ്റൊരു തലം എന്ന് പരിശോധിക്കുമ്പോൾ ഒരു അതിശയോക്തി ഉണ്ടാകും. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ കാരണം അച്ഛൻ രോഗാവസ്ഥയിലായിരുന്നു, വലിയൊരു ചികിത്സാ ചെലവുണ്ടായിരുന്നു, ഞങ്ങളുടെ കുടുംബ വീട് പണയപ്പെട്ട ഒരവസ്ഥയായിരുന്നു. ഇത്തരം പ്രാരാബ്ദങ്ങൾ കാരണം ഒരു 8ാം ക്ലാസ് മുതൽ തന്നെ പാർട്ട് ടൈം ജോലികൾ ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകേണ്ട, കുടുംബ കാര്യങ്ങൾ നോക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ സ്കൂൾ ഷിഫ്റ്റ് സമ്പ്രദായമുള്ള ഒരു സ്കൂളായിരുന്നു. അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. സ്കൂളിലെ ഷിഫ്റ്റ് സമ്പ്രദായം, നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കിട്ടിയ ജോലിക്ക് പോകും, രാത്രി കാലങ്ങളിൽ സ്ക്രീൻ പ്രിൻറ്റിങ് അഭ്യസിച്ചുകൊണ്ട് വീട്ടിൽ ചെറിയൊരു സ്ക്രീൻ പ്രിൻറ്റിങ് യൂണിറ്റ് ഇട്ടുകൊണ്ട് അർദ്ധരാത്രിയോളം നീളും കൂട്ടുകാരൊക്കെ വന്ന് സഹായിക്കുക. ആ രീതിയിൽ തന്നെയാണ് എൻ്റെ ഡിഗ്രി പഠനം വരെ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് കുടുംബത്തിനും വലിയ കൈത്താങ്ങായിരുന്നു, പണയത്തിലിരുന്ന വീട് തിരിച്ചെടുക്കാനും വലിയ കൈത്താങ്ങായിരുന്നു. ആ രീതിയിൽ വന്നവരാണ്. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള സംരംഭങ്ങളും പാർട്ട് ടൈം ജോലിയും ചെയ്ത അനുഭവമുള്ള ഒരാൾക്ക് ഒരിക്കലും രാഷ്ട്രീയത്തിൽ നിന്ന് 5 പൈസ എടുത്ത് നമ്മുടെ കുടുംബകാര്യം നോക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല, മനസാക്ഷിക്ക് നിരക്കില്ല. അപ്പോൾ കൗൺസിലറായിട്ട് കിട്ടുന്ന ഓണറേറിയം വരെ നമ്മൾ വിനിയോഗിക്കുന്നത് വാർഡിലെ സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, അത്തരം ആളുകൾക്ക് പല രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുക. പരസ്യമായി പറയാത്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അച്ഛനില്ലാത്ത വിദ്യാർത്ഥികളുണ്ട്, അവർക്ക് ഉപരിപഠനം നിന്നു പോകാതിരിക്കാനുള്ള സ്കോളർഷിപ്പ് എന്ന രീതിയിൽ സ്വകാര്യമായി സഹായിക്കുന്ന കാര്യമാണ്. കാരണം ഇത് പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ആവശ്യക്കാർ വരും, അനർഹരും വരും. നമ്മളിത് കൊടുക്കുന്നുണ്ട്, അതൊരു അവകാശമാണ് എന്ന രീതിയിൽ പലരും സമീപിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരിക്കലും പരസ്യമായി പറയാറില്ല, സ്വകാര്യമായി ചെയ്യും. നമുക്കറിയാം, ഒരു വാർഡിൽ 10-20 വർഷമായി പ്രവർത്തിക്കുന്നതാണ്, ആ കുടുംബത്തിൻ്റെ ആവശ്യം എന്തെന്ന് അറിയാം. അപ്പോൾ അവരെ കണ്ട് അവർക്ക് സ്വകാര്യമായി കൈമാറും. നമുക്ക് താങ്ങാൻ പറ്റാത്ത ചിലവാണെങ്കിൽ സമാന മനസ്കരായിട്ടുള്ള സമൂഹത്തിലെ പലരെയും സമീപിച്ചുകൊണ്ട്, പല ട്രസ്റ്റുകളെയും സമീപിച്ചുകൊണ്ട് അവർക്ക് സ്പോൺസർഷിപ്പ് ചെയ്യുവാനും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഡസനോളം വിദ്യാർത്ഥികളെ ഡിഗ്രി പഠനത്തിലേക്ക് അയക്കാൻ സാധിച്ചു എന്നതാണ് ഈ പൊതുപ്രവർത്തന രംഗത്ത് നമുക്കുണ്ടായിട്ടുള്ള ഏറ്റവും ഒരു സംതൃപ്തി തരുന്ന കാര്യം. കാരണം നമ്മൾ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ്. ഒരു ഡിഗ്രി പ്രവേശനത്തിന് ആകെ യൂണിവേഴ്സിറ്റി ഫീസ് 360, പിന്നെ ചോദിച്ചേക്കാവുന്ന ഒരു PTE ഫീസ് ഒരു 500 രൂപയും, ഒരു 1000 രൂപ തികച്ചില്ലാത്തതുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോകാൻ മടിച്ചു നിന്ന ഒരു സാഹചര്യമുണ്ട്. അന്നൊരു സുഹൃത്ത് സ്വന്തം മോതിരം പണയം വെച്ച് ആ 1000 രൂപ തന്നതുകൊണ്ടാണ് എനിക്ക് ഡിഗ്രി എടുക്കാൻ സാധിച്ചത്. അത്തരം സാഹചര്യങ്ങളിലൂടെ വന്നതുകൊണ്ട് മറ്റൊരു വിദ്യാർത്ഥിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്ന് ആഗ്രഹിക്കും. അത്തരം കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെ സഹായിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും, ആത്മാർത്ഥമായ ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാവും എന്നാണ് ഒരു മെസ്സേജ്. പ്രത്യേകിച്ചും ഒരു ജനാധിപത്യത്തിൽ പ്രാതിനിധ്യത്തിനൊരു പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും ഒരു അവസരം കിട്ടുക, അതിൻ്റെ പ്രാതിനിധ്യം ഉണ്ടാവുക, ഓരോ സമുദായങ്ങൾക്കും ആയാലും ജനങ്ങൾക്കൊരു പ്രാതിനിധ്യം ഉണ്ടാവണമല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് ചെയ്യാതെ രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിരുന്നു അത്. അതിനുശേഷം ഈ പറയുന്ന പോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പാലക്കാടിൻ്റെ ഒരു പൊതു സ്വഭാവം അന്ന് എങ്ങനെയായിരുന്നു? പാലക്കാട് BJPക്കും ജനസംഘത്തിനും ശക്തമായ അടിവേരുകളുള്ള ഒരു സ്ഥലം തന്നെയാണ്. ജനസംഘ കാലഘട്ടം തന്നെ 5-6 സീറ്റുകൾ തുടർച്ചയായി ജയിച്ചു വരുന്ന വാർഡുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കണ്ണകി, മൂത്താന്തറ, വടക്കന്തറ ഭാഗങ്ങളായിരുന്നു. ഒരു 2000 കൂടിയിട്ടാണ് ഒരു BJPയുടെ വികാസം ഈ വടക്കന്തറ, കണ്ണകി മേഖലയിൽ നിന്നും മറ്റു കൽപ്പാത്തി മേഖലയിലേക്കും പുത്തൂർ മേഖലയിലേക്കൊക്കെ വ്യാപിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് BJP 6 സീറ്റിൽ നിന്നും 14 സീറ്റിലേക്കും 17 സീറ്റിലേക്കൊക്കെ വികാസിച്ചു തുടങ്ങിയത്. അപ്പോൾ വലിയ രീതിയിൽ ഇതൊന്നും ഇപ്പോഴും പൂർണ്ണമായി പാർട്ടി കോട്ടകളെന്നോ പാർട്ടി വോട്ടുകളെന്നോ നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല. നിഷ്പക്ഷ വോട്ടുകളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് നമ്മളിപ്പോഴും ആ ഭാഗത്ത് ജയിച്ചു വരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളും ഒരു ലീഡർഷിപ്പിലേക്ക് കടന്നു വരുന്നത്. 99 കാലഘട്ടത്തിൽ ഞാൻ ABVPയുടെ പാലക്കാട് നഗർ പ്രസിഡൻ്റായിരുന്നു. ABVPയുടെ നഗർ പ്രസിഡൻ്റ് ആണെങ്കിലും നമ്മുടെ വാർഡുകളിൽ വരുമ്പോൾ BJPയുടെ പ്രവർത്തനം തന്നെയാണ് നടത്തുക. 2000 കാലഘട്ടത്തിലാണ് ആദ്യമായി ഞങ്ങളുടെ വാർഡ് ഞങ്ങൾ പിടിച്ചടക്കുന്നതും ഇപ്പോഴും 5 തവണയായി നിലനിർത്തുന്നു. ഈ പാലക്കാട് പൊതുവെ CPMൻ്റെ ഒരു ആധിപത്യമുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് മലമ്പുഴ, കഞ്ചിക്കോട് തുടങ്ങിയ ഇപ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് പാർട്ടിയും സംഘടനയോടും ഒക്കെ എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ നേരിടാൻ കഴിഞ്ഞതും ജനകീയമാകാൻ കഴിഞ്ഞതും എങ്ങനെയായിരുന്നു? എൻ്റെ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശ്രീ ശിവദാസ മേനോൻ താമസിച്ചിരുന്ന വാർഡാണ്. CPIMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ്, CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ്
NN കൃഷ്ണദാസ് MP വോട്ട് ചെയ്യുന്ന അദ്ദേഹം താമസിക്കുന്ന വാർഡ് ഈ ഒരു വാർഡായിരുന്നു. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയപ്പോഴും അത്യാവശ്യം സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചു. ഇന്ന് ആ വാർഡിൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM കിട്ടിയത് ആകെ 130 വോട്ടാണ്. ആ രീതിയിലേക്ക് നമ്മൾ ജനകീയമായി പ്രവർത്തിച്ച് മുന്നേറി. അവർ ചെറിയൊരു തുരുത്തിലേക്ക് ഒറ്റപ്പെട്ടു പോയി. പ്രത്യേകിച്ചും ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ഇടയ്ക്ക് പറഞ്ഞ പോലെ 10-ൽ കൂടുതൽ സീറ്റ് പിടിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ CPM മാറി? അവരുടെ ആ ഒരു പ്രവർത്തനങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു അങ്ങനെയാണോ CPM അവിടെ ഒരു തകർച്ച പറ്റിയത്? ഇന്ന് പാലക്കാട് നഗരത്തിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള സംഘടന CPM തന്നെയാണ്. കാരണം അവർക്ക് ജനകീയരായിട്ടുള്ള പ്രവർത്തകരില്ല. താഴെത്തട്ടിൽ ഒരു വാർഡ് സംവിധാനം ചലിപ്പിക്കാൻ ജനകീയരായിട്ടുള്ള പ്രവർത്തകരില്ല. അവർ പയറ്റിയ ഒരു തന്ത്രം റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ, ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, അധ്യാപകർ ഇതുപോലുള്ള മുഖങ്ങളെ ഇറക്കിക്കൊണ്ട് സ്വതന്ത്ര ചിഹ്നം നൽകിക്കൊണ്ട് ഒരു പരീക്ഷണമാണ് അവർ നടത്തിയത്. ചില ഭാഗങ്ങളിൽ വിജയിക്കാൻ സാധിച്ചു. ഒരു മേഖല പാലക്കാടിൻ്റെ ഒരു തെക്കൻ മേഖല യാക്കര ബെൽറ്റിൽ മാത്രമാണ് CPM കുറച്ച് ആധിപത്യം ഉള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ഇതുപോലെ ജാതി മത സമവാക്യങ്ങളൊക്കെ അടവ് നയങ്ങളൊക്കെ പയറ്റിക്കൊണ്ടാണ് കുറച്ച് സീറ്റുകൾ അവർ പിടിച്ചു നിൽക്കുന്നത്. ഈ പാലക്കാടിൻ്റെ ഈ കഴിഞ്ഞ 3 ടൈമായിട്ട് BJP ഭരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് BJPക്ക് ചെയ്യാൻ കഴിഞ്ഞത്? അതായത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു? എന്താണ് അതിൽ ജനങ്ങൾക്കൊരു വ്യത്യസ്തത ഉണ്ടാക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞു? പ്രത്യേകിച്ച് 3-ാം ടൈമും വിജയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടായിരിക്കുമല്ലോ വിജയം ഉണ്ടാകുന്നത്. എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു പാർട്ടിക്ക്? പാലക്കാട് നഗരസഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാം, കേരളത്തിലെ ഏറ്റവും ഒരു പഴക്കം ചെന്ന ഒരു നഗരസഭ. 159 വർഷത്തെ പാരമ്പര്യമുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ, വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിക്ടോറിയ കോളേജും മോഹൻഗേസ് സ്കൂളും വിഷ്ണു സ്കൂളും പോലുള്ള നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള വിദ്യാലയങ്ങൾ കേരളത്തിൽ തന്നെ തിലകക്കുറിയായിട്ടുള്ള ടോപ്പ് 10 റാങ്കിങ്ങിൽ വരുന്ന വിദ്യാലയങ്ങൾ പാലക്കാട് ഉണ്ടായിരുന്നു. പാലക്കാടിൻ്റെ നഗരവീഥികൾ പരിശോധിച്ചാൽ അറിയാം, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിർമ്മിച്ചിട്ടുള്ള നഗരവീഥികൾ. നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ആശുപത്രികളുണ്ടായിരുന്നു. വലിയ വികസനം നടന്നിരുന്നു. ഈ ബ്രിട്ടീഷുകാരുടെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയിട്ടുള്ള രത്നവേലു ചെട്ടി ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായിട്ടുള്ള സിവിൽ സർവൻ്റ് ഉദ്യോഗസ്ഥന്മാർ സേവനം അനുഷ്ഠിച്ച ഒരു നഗരസഭ കൂടിയാണ്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു 40 വർഷക്കാലം പാലക്കാട് നഗരസഭ ഭരിച്ചത് കോൺഗ്രസ്സാണ്. 20 വർഷക്കാലം പാലക്കാട് നഗരസഭ ഭരിച്ചത് CPM ആണ്, ഇടതുപക്ഷമാണ്. ഒരു വികസനം ഉണ്ടായിട്ടില്ല. ഈ പാലക്കാട് അതിന് മുമ്പുണ്ടായിരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വെച്ച് കണക്കിലെടുക്കുമ്പോൾ പാലക്കാടിൻ്റെ ഒരു തന്ത്രപരമായിട്ടുള്ള സ്ഥാനം അറിയാലോ. കേരളത്തിൻ്റെ പ്രവേശന കവാടമാണ്, പുരാതന കാലം തൊട്ട് തന്നെ ഒരു വ്യാപാര കേന്ദ്രമാണ്, സാംസ്കാരിക കേന്ദ്രമാണ്. ആ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പശ്ചാത്തലം വെച്ച് പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇടത് വലത് മുന്നണികളുടെ ഒരു കെടുകാര്യസ്ഥത കാരണം, ഒരു ദുർഭരണം കാരണം പാലക്കാട് വികസന രംഗത്ത് മുരടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇന്നും പാലക്കാട് നല്ലൊരു ആശുപത്രി ഇല്ല. ഒരു മെഡിക്കൽ കോളേജ് 10-12 വർഷമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഇപ്പോൾ ഒരു കിടത്തി ചികിത്സയ്ക്കോ ഒരു സർജറിക്കോ ഒരു ട്രോമ കെയറോ യൂണിറ്റ് ഇല്ല. ഇപ്പോഴും എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിലേക്കോ കോയമ്പത്തൂരിലേക്കോ പോകേണ്ട ആവശ്യമാണ്. അന്നുണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ലാതെ ആധുനിക കാലത്തെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അതേ കോഴ്സുകളും 40-50 വർഷം മുന്നേ റെലവൻ്റ് ആയിരുന്ന കോഴ്സുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ BJP അധികാരത്തിൽ വന്ന ശേഷം വലിയ രീതിയിലുള്ള മാറ്റമാണ് പാലക്കാട് നഗരസഭയിലുണ്ടായത്. ഒന്നാം BJP ഭരണസമിതിയുടെ കാലഘട്ടം 2015 നമ്മൾ ആദ്യമായിട്ട് അധികാരത്തിലിരുന്നത്. ഒരു വർഷത്തിനകം തന്നെ നരേന്ദ്രമോദി സർക്കാർ പാലക്കാട് നഗരസഭയ്ക്ക് 220 കോടി രൂപയുടെ അമൃത് പദ്ധതി അനുവദിച്ച് നൽകി. ഈ അമൃത് പദ്ധതി 220 കോടി വിനിയോഗിച്ചുകൊണ്ട് വലിയൊരു മാറ്റമാണ്, കുതിച്ചാട്ടമാണ് പാലക്കാട്. 110 കോടി രൂപ വിനിയോഗിച്ചത് കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ്. 60-65 വർഷം പഴക്കമുള്ള കുടിവെള്ള പദ്ധതിയാണ് നിലവിലുണ്ടായിരുന്നത്. എല്ലാ ദിവസവും പൈപ്പ് പൊട്ടലും അതുപോലെ തന്നെ ഈ പൊട്ടിയ പൈപ്പിലൂടെ പുഴുക്കലും രോഗാണുക്കളൊക്കെ കടന്നു വരുന്ന മലിനമായിട്ടുള്ള ജലമാണ് നഗരവാസികൾ കിട്ടിക്കൊണ്ടിരുന്നത്. നഗരത്തിൻ്റെ പല മേഖലകളിലും, ഉയർന്ന മേഖലകൾ, ടെയിൽ എൻഡ് ആയിട്ടുള്ള മേഖലകൾ, അവിടെ 2 ദിവസത്തിലൊരിക്കലോ 3 ദിവസത്തിലൊരിക്കലാണ് കുടിവെള്ളം കിട്ടിക്കൊണ്ടിരുന്നത്. ഈ ഒരു സാഹചര്യം മാറ്റാൻ BJPക്ക് സാധിച്ചു. 150 കിലോമീറ്റർ പുതിയ പൈപ്പ് ലൈനുകൾ വലിച്ചു. മലമ്പുഴയിൽ ഒരു 45 ദശലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിച്ചു. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പമ്പ് ഹൗസുകൾ അപ്ഗ്രേഡ് ചെയ്തു. നഗരത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി 3 സ്ഥലങ്ങളിൽ, മാട്ടുമന്ത, കൽമണ്ഡപം, മൂത്താന്തറ, 3 സ്ഥലങ്ങളിൽ ഓവർഹെഡ് റിസർവോയറുകൾ സ്ഥാപിച്ചു. ഇതിനൊക്കെ പുറമെ സാധാരണക്കാരായിട്ടുള്ള 4620 കുടുംബങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ള കണക്ഷൻ നൽകി.
ഇന്ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ജലജീവൻ മിഷൻ എന്ന പദ്ധതി വരുന്നതിന് മുമ്പ് തന്നെ BJPയുടെ ആദ്യത്തെ ഭരണസമിതി ഈ അമൃത് പദ്ധതിയിലൂടെ സൗജന്യ കുടിവെള്ള കണക്ഷൻ നടപ്പിലാക്കി തുടങ്ങി. 8000 പേർക്കാണ് നമ്മൾ വകയിരുത്തിയിട്ടുള്ളത്. ഇതിനകം 4620 പേർക്ക് സൗജന്യമായിട്ടുള്ള കുടിവെള്ള കണക്ഷൻ കൊടുക്കാൻ സാധിച്ചു. ഇത് വലിയൊരു വിപ്ലവമാണ്. പാലക്കാടിൻ്റെ അടിസ്ഥാന സൗകര്യ രംഗത്ത് വലിയൊരു വിപ്ലവമാണ് ഉണ്ടാക്കിയത്. പാലക്കാട് നഗരത്തിൽ 21 പാർക്കുകൾ നവീകരിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അരികിൽ അപകടങ്ങൾ ഇല്ലാതാക്കാൻ 3 ഫുട് ഓവർ ബ്രിഡ്ജുകൾ സ്ഥാപിച്ചു. ഒരു മാസ്റ്റർ ഡ്രൈനേജ് പ്രോജക്റ്റ് നഗരത്തിലെ പല മേഖലകളിലും കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും, കൊച്ചിയും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ ഒരു വലിയ പ്രശ്നമാണ് വർഷകാലത്ത് പൊതുനിരത്തിലുണ്ടാകുന്ന വെള്ളക്കെട്ട്. ഇന്ന് പാലക്കാട് ആ പ്രശ്നമില്ല. കൃത്യമായി നമ്മൾ തോടുകൾ ശുചീകരിച്ചുകൊണ്ടും മാസ്റ്റർ ഡ്രൈനേജ് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടും ആ ഒരു പ്രശ്നത്തിന് വലിയൊരു അളവ് വരെ പരിഹാരം കണ്ടെത്താൻ സാധിച്ചു. അതുപോലെ തന്നെ നഗരത്തിൽ ഒരു അനാഥമായി കിടന്ന 21ഓളം പാർക്കുകൾ ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് തന്നെ നിർമ്മിച്ചിട്ടുള്ള പാർക്കുകൾ കാട് പിടിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിരുന്നു. ഇന്ന് ആ പാർക്കുകളൊക്കെ നവീകരിച്ചു, നൈറ്റ് പാർക്കുകളായി പരിവർത്തനപ്പെടുത്തി നഗരസഭയ്ക്ക് വരുമാനം കിട്ടുന്ന പാർക്കുകളായി ഇന്ന് മാറിയിരിക്കുന്നു. പാലക്കാട് ഉല്ലാസത്തിന് വലിയ അവസരങ്ങളൊന്നുമില്ല, കടൽ തീരമില്ല, അതുപോലെ ഒരു നഗരമാണ്. പക്ഷേ ഇന്ന് പാലക്കാട്ടെ ജനങ്ങൾക്ക് ഒന്ന് സായന്താനങ്ങളിൽ പോയിരിക്കാൻ, ഒന്ന് സമാധാനത്തോടെ കുടുംബത്തോട് ഉല്ലസിക്കാനുള്ള അവസരങ്ങൾ പാലക്കാടിലെ ഈ പാർക്കുകൾ നവീകരിച്ചതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ നിരവധി പദ്ധതികൾ നമ്മുടെ ഗതാഗത രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആധുനിക സിഗ്നൽ സംവിധാനങ്ങൾ, ബസ് സ്റ്റോപ്പുകൾ, നിരവധി പദ്ധതികൾ ഒന്നാം ഭരണസമിതി നടപ്പിലാക്കി. ഇതിൻ്റെ ഒരു അംഗീകാരമായി രണ്ടാം അമൃത് പദ്ധതി അനുവദിച്ചു. 72 കോടി രൂപയാണ് അതിലൂടെ കിട്ടിയത്. രണ്ടാം അമൃത് പദ്ധതിയിൽ കേരളത്തിൽ തന്നെ അപൂർവ നഗരസഭകളിൽ നടപ്പിലാക്കിയിട്ടുള്ളൂ. ഇത് FSTP പ്രോജക്റ്റ്, ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അതായത് നമ്മുടെ ശുചിമുറി മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു പ്ലാന്റ് 1-2 നഗരസഭകളിലേ നടപ്പിലാക്കിയിട്ടുള്ളൂ. അതിലൊരു നഗരസഭ പാലക്കാട് നഗരസഭയാണ്. ഒരു 3-4 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളത്. അത് അടുത്ത 3 വർഷത്തേക്ക് നടത്താനുള്ള മൈൻ്റനൻസ് കോസ്റ്റ് കൂടി വകയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ 8 കോടി രൂപ വകയിരുത്തി. ഇത് വലിയൊരു വിപ്ലവമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ശുചിമുറി ടാങ്കുകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആശ്രയിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അനധികൃതമായിട്ടുള്ള ആളുകളെയാണ് ആശ്രയിക്കുന്നത്. അവർ യാതൊരു മാനദണ്ഡവുമില്ലാതെ തുകകൾ ഈടാക്കും. ഈ മാലിന്യം ശേഖരിച്ചുകൊണ്ട് അവർ ചെന്ന് ഈ മാലിന്യം തള്ളുന്നത് പൊതുനിരത്തുകളിലോ വയലുകളിലോ ജലാശയങ്ങളിലാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഈ ഒരു പ്രശ്നം ഇതുവരെ കേരള സമൂഹം അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല. നമ്മൾ വലിയ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. മോഡിജിയുടെ സ്വച്ഛ ഭാരത് പദ്ധതിനെയൊക്കെ നമ്മൾ കളിയാക്കാറുണ്ട്, കക്കൂസ് കെട്ടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷേ ഈ ഈ മാലിന്യം എങ്ങനെ സംസ്കരിക്കുന്നു എന്ന കാര്യത്തിൽ നമ്മൾ വട്ടപ്പൂജയാണ്. അതിൽ വലിയൊരു കാൽവെപ്പ് നടത്തിയിട്ടുള്ളത് പാലക്കാട് നഗരസഭയാണ്. അതുപോലെ തന്നെ ഈ സാനിറ്ററി നാപ്കിൻ അത് സംസ്കരിക്കാനുള്ള ഇൻസിനറേറ്റർ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ചത് പാലക്കാട് നഗരസഭയാണ്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ഒരു CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പാലക്കാട് നഗരത്തിലെ 57 കേന്ദ്രങ്ങൾ, 159 ക്യാമറകൾ, 24 മണിക്കൂറും പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലും അതുപോലെ തന്നെ ജില്ലാ ആസ്ഥാനത്തും നഗരത്തിലെ മുക്കുമൂലയിലുമുള്ള ദൃശ്യങ്ങൾ കിട്ടുന്ന രീതിയിൽ ഏറ്റവും ഹൈടെക് സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള AI സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ക്യാമറ സിറ്റി ഐ പ്രൊജക്റ്റ് എന്ന ക്യാമറ നഗരം പദ്ധതി BJP ഭരണസമിതി നടപ്പിലാക്കി. അതുപോലെ തന്നെ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കച്ചവട പാതയായിരുന്നു TB റോഡ്, GB റോഡ്. ഇവിടെ ഒരു റെയിൽവേ ട്രാക്ക് വന്നു, ഒരു ഫ്ലൈ ഓവർ വന്നപ്പോൾ റെയിൽവേ ട്രാക്ക് അടച്ചിടേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ജീവനാടിയായിരുന്ന ആ റോഡിനെ ബന്ധിപ്പിച്ചുകൊണ്ട് 6 കോടി രൂപ ചിലവാക്കിക്കൊണ്ട് നമ്മളൊരു എസ്കലേറ്റർ നിർമ്മിച്ചു, യന്ത്രപ്പടി നിർമ്മിച്ചു. ഇത്തരം വലിയ വലിയ മാറ്റങ്ങൾ കഴിഞ്ഞ 2 ടേമിലായിട്ട് BJPക്ക് പാലക്കാട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് പാലക്കാട്ടിലെ ജനത വീണ്ടും BJPക്ക് തന്നെ ഈ ഒരു ഹാട്രിക് വിജയം തന്ന് പിന്തുണച്ചിട്ടുള്ളത്. ഈ നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവെ പഞ്ചായത്ത്, നഗരസഭ, മുനിസിപ്പാലിറ്റി ജനങ്ങൾ ഏറ്റവും ആദ്യമെത്തുന്ന സ്ഥലങ്ങളാണ്. അതായത് MLAക്കോ MPക്കോ ഒക്കെ എടുക്കുന്നതിനൊക്കെ മുന്നേ തന്നെ ആദ്യം എത്തുന്നത് സ്വന്തം വാർഡ് മെമ്പറിലേക്കും നഗരസഭയിലേക്കും ഒക്കെയാണ്. അപ്പോൾ ഈ ഭാവിയിൽ ഇപ്പോൾ ഈ പാലക്കാട് നഗരസഭയിലെ അടുത്ത 3-ാം ടൈമിൽ ഭരണം നടത്തിക്കൊണ്ട് ഇനി എന്തൊക്കെ പദ്ധതികളാണ് പ്ലാൻ ചെയ്യുന്നത്? ജനകീയമായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സേവനങ്ങൾ മുഴുവൻ ഡിജിറ്റൽ വൽക്കരിച്ചിട്ടുണ്ട്. K-Smart എന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ BJP പാലക്കാട് നഗരസഭയിൽ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് എല്ലാ വാർഡ് കേന്ദ്രങ്ങളിലും ഈ K-Smart സേവനങ്ങൾ സൗജന്യമായി കൊടുക്കാനുള്ള ഒരു സ്മാർട്ട് വാർഡ് ഓഫീസ് എന്നതാണ് ഞങ്ങൾ ആദ്യം തന്നെ വാഗ്ദാനം കൊടുത്തിട്ടുള്ള ഒരു സംഭവം. പല വാർഡുകളിലും അത്തരം സംവിധാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു.
അത് വലിയൊരു കാൽവെപ്പായിരിക്കും. സാധാരണക്കാർക്ക് ഒരു സർക്കാർ ഓഫീസ് കയറി ഇറങ്ങി ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാർ ഏറ്റവും അവസാനമായി പാലക്കാടിലെ ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു കച്ചവട കേന്ദ്രമാണ് മേലാമുറി മേഖല. ആ മേലാമുറി മേഖലയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി 140 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഒരു ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് പ്ലാൻ തന്നെയാണ്. അവിടെ ഒരേപോലെയുള്ള നടപ്പാതകൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ, അവിടുത്തെ സർക്കാർ കെട്ടിടങ്ങളുടെ സൗന്ദര്യവൽക്കരണം, അങ്ങനെ മൾട്ടി ലെയർ പാർക്കിംഗ്, അവിടുത്തെ കെട്ടിടങ്ങളുടെ ഏകീകരണം, ഇങ്ങനെ 140 കോടി രൂപയാണ് ഒരു 2 കിലോമീറ്റർ സ്ട്രെച്ച് വരുന്ന ഒരു ഏരിയയ്ക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ തന്നെ പാലക്കാടിൻ്റെ മുഖച്ഛായ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പാലക്കാടിന് ആവശ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച റോഡുകൾ മാത്രമേ ഉള്ളൂ. പുതിയ റോഡുകൾ വന്നിട്ടില്ല. ഒരു 37 വർഷത്തിന് ശേഷം BJPയുടെ 2ാം ഭരണസമിതിയാണ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. കാലഹരണപ്പെട്ട ഒരു മാസ്റ്റർ പ്ലാനും വെച്ചിട്ടാണ് 37 വർഷം പാലക്കാട് നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടുള്ള ഒരു വലിയ പ്രശ്നം പറഞ്ഞാൽ വലിയ വലിയ ബഹുനില മന്ദിരങ്ങൾ, ഇപ്പോൾ അടുത്ത കാലത്ത് ലുലു പോലുള്ള കെട്ടിടങ്ങൾ പോലും പാലക്കാടിലെ ഈ മാസ്റ്റർ പ്ലാൻ കാലഹരണപ്പെട്ടതുകൊണ്ട് പാലക്കാട് നഗരത്തിൽ നിർമ്മിക്കാൻ കഴിയാതെ സമീപ പഞ്ചായത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇന്ന് ആ സാഹചര്യം മാറി. ഈ ലോകം വികസിക്കുന്നതനുസരിച്ച് പാലക്കാട് നഗരത്തിലും മാറ്റങ്ങൾ വരണം. അതിനനുസരിച്ച് ഒരു മാസ്റ്റർ പ്ലാനാണ് അമൃത് പദ്ധതി വഴി നടപ്പിലാക്കിയിട്ടുള്ളത്, പാസ്സാക്കിയിട്ടുള്ളത്. അതിൻ്റെ മാറ്റങ്ങൾ വലിയ തോതിൽ ഉണ്ടാകും ഇവിടെ. നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം പാലക്കാടിന് വലിയ പദ്ധതികളാണ് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. ഒന്ന്, UPA സർക്കാരിൻ്റെ കാലത്ത് ഇവിടുത്തെ 8 മന്ത്രിമാർ പിന്തുണച്ച സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ മാനവവിഭവ ശിശു മന്ത്രിയായിരുന്ന ശശി തരൂർ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വന്ന് പ്രഖ്യാപിച്ചു കേരളത്തിന് IIT തരില്ല എന്ന് പ്രഖ്യാപിച്ചു. അതേ ക്യാമ്പസിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി സർക്കാർ കേരളത്തേക്കുള്ള IIT പാലക്കാട് തന്നു. അതേ ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് 1200 കോടി രൂപ നിക്ഷേപമായി ആ IIT ഫുൾ ഫ്ലെഡ്ജഡായി കഞ്ചിക്കോട് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 3480 കോടി രൂപയുടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലായി. അതിന് സ്ഥലമേറ്റെടുപ്പ് അന്തിമഘട്ടത്തിലാണ്. വളരെ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ആ പദ്ധതി പോകുന്നത്. ഈ രീതിയിൽ വലിയ വലിയ പദ്ധതികൾ, ഗ്രീൻഫീൽഡ് ഹൈവേ, പാലക്കാട് കോഴിക്കോടിനെ കണക്ട് ചെയ്യുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ, വാളയാർ മണ്ണുത്തി പാതയുടെ വികസനം, അതുപോലെ തന്നെ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലെ പിറ്റ് ലൈനിൻ്റെ ഡെവലപ്മെൻറ്റ്. പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാം, ഒരു പൊള്ളാച്ചി, പഴനി, മധുരൈ വരെ പോകുന്ന 2 പാസഞ്ചർ ട്രെയിനുകൾ മാത്രം ഓടിയിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ന് ആ റെയിൽവേ സ്റ്റേഷൻ വഴി എക്സ്പ്രസ് പാതകൾ ഓടി തുടങ്ങി. കാരണം ബ്രോഡനിങ് നടന്നു. ഇപ്പോൾ പിറ്റ് ലൈൻ കൂടി അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ യാഥാർത്ഥ്യമാവും. അതോടുകൂടി അത് പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനായി മാറാൻ പോവാണ്. അപ്പോൾ ഈ രീതിയിൽ ഇത്രയധികം പദ്ധതികൾ വരുമ്പോൾ ആ ജില്ലയുടെ ഒരു ആസ്ഥാന കേന്ദ്രമാണ് പാലക്കാട്. സ്വാഭാവികം അതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഈ നഗരമേഖലയിലും വികസിക്കേണ്ടതുണ്ട്. അതിന് BJPയുടെ ഭരണസമിതിയും ഈ പറഞ്ഞ മാസ്റ്റർ പ്ലാനും എല്ലാം നടപ്പിലാക്കിയാൽ മാത്രമേ സാധിക്കുള്ളൂ. ഈ പാലക്കാടിനെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് 1-2 ഇപ്പോൾ അതായത് ഈ മത തീവ്രവാദ സംഘങ്ങളുടെ ഇടപെടൽ, അതുമായിട്ട് ബന്ധപ്പെട്ട ചില സംഘർഷങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്താണ് അവിടുത്തെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അടുത്ത കാലത്ത് മാത്രമല്ല, മുരളി മനോഹർ ജോഷിയുടെ ഏകതാ യാത്ര നടന്ന കാലഘട്ടത്തിലും അവിടെ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. മാറാട് കലാപ സമയത്തും അവിടെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ശ്രീനിവാസ് ഏട്ടൻ്റെ ദാരുണമായിട്ടുള്ള സംഭവം, സഞ്ജിത്തിൻ്റെ സംഭവം, പല രീതിയിലും പല സമയത്തും ഇത്തരം ഭീഷണികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെ പല പോക്കറ്റ്സിലും SDPIയുടെ പ്രവർത്തനം വളരെ സജീവമാണ്. 1999 കേരളത്തിൽ ആദ്യമായി ഇന്നത്തെ SDPIയുടെ പ്രാകൃത രൂപമായിട്ടുള്ള NDF ആയുധ പരിശീലനം പിടിച്ചത് വിക്ടോറിയ കോളേജിൽ നിന്നാണ്. അന്നു മുതൽ തന്നെ തീവ്രവാദ സംഘടനക്ക് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ണാണ് പാലക്കാട്. മറ്റ് പല ജില്ലകളിലും ന്യൂനപക്ഷ സമുദായം സാമ്പത്തികമായി മുന്നോട്ട് പോകുമ്പോഴും പാലക്കാട് ഇപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്. അത് മുതലെടുത്തുകൊണ്ടാണ് ഇത്തരം തീവ്രവാദ ആശയങ്ങൾ അവർക്കിടയിൽ വരുന്നതും സമൂഹത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഭീഷണിയോ ഒന്നുമല്ല. നമ്മുടെ സമൂഹം അതിനെ ശക്തമായി പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക്. അങ്ങനെ ഒരു ഈ സാഹചര്യങ്ങൾ ഇപ്പോൾ പാലക്കാടിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നാണ്
ഇല്ലല്ല, അങ്ങനെ ഒരു ഭീഷണി ആയിട്ട് നമുക്ക് ഇപ്പോൾ ഈ NRCയും CAയും വന്നപ്പോൾ കേരളത്തിൽ പല ജില്ലകളിലും വ്യാപകമായി ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പാലക്കാട് അത്തരം ഒരു ആഹ്വാനം ഉണ്ടായില്ല. കാരണം അങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടായിക്കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കുന്ന അവർക്ക് തന്നെയായിരിക്കും. ആ രീതിയിൽ നമ്മുടെ സമൂഹം മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഹലാൽ. ഇന്ന് പാലക്കാട് ഒരു ഹോട്ടലിലും ഹലാൽ സ്റ്റിക്കറില്ല. അത്തരം സങ്കുചിതമായിട്ടുള്ള ആശയങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിൽ ആരാണോ നടപ്പിലാക്കുന്നത് അവർക്ക് നഷ്ടം സംഭവിക്കുന്ന ഒരു സാഹചര്യം, സാമൂഹ്യ സാഹചര്യം ഇന്ന് പാലക്കാട് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് ദശാബ്ദങ്ങളായി ദേശീയ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കൂടി ഫലമാണ്. ഈ പാലക്കാടിൻ്റെ ഇപ്പോൾ നഗരസഭ കെട്ടി BJP ഭരിക്കുന്നു. പക്ഷേ നിയമസഭയിലേക്ക് പാലക്കാട് നിന്നൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഒരു അടുത്തുവരെ എത്തിയെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ പാർലമെൻറ്റിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിനുള്ള എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഇനി എന്താണ് BJPക്ക് ചെയ്യാൻ കഴിയുന്നത്? തീർച്ചയായും നിയമസഭയിലേക്ക് പോകുമ്പോൾ ന്യൂനപക്ഷ വോട്ട് ബാങ്കിൻ്റെ ഒരു ധ്രുവീകരണമാണ് പലപ്പോഴും നമ്മൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം. ഇടതുപക്ഷം പലപ്പോഴും അവരുടെ വോട്ട് ബാങ്ക് ആത്മഹത്യാപരമായ നിലപാടെടുത്തുകൊണ്ട് അവരുടെ വോട്ട് ബാങ്ക് പോലും ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ക്രോസ് വോട്ടിംഗ് നടത്തുന്ന സമീപനമാണ് കുറേ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. നഗരമേഖലയ്ക്ക് പുറത്ത് പഞ്ചായത്തിൽ പോകുമ്പോഴാണ് നമുക്കിത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. പ്രാരി പഞ്ചായത്ത്, നമ്മുടെ നഗരത്തിലുണ്ടാകുന്ന 7000-8000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ആ ഒരു പഞ്ചായത്തിൽ തന്നെ മറികടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മൃഗീയമായ ന്യൂനപക്ഷ വോട്ട് ബാങ്കുള്ള ഒരു പഞ്ചായത്താണ്. അപ്പോൾ അതിനെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്രമാനുഗതമായി പാലക്കാട് നഗരത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ 2000-ന് ശേഷം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ക്രമാനുഗതമായി വോട്ട് വീതം വർദ്ധിപ്പിക്കുന്ന ഒരു സംഘടന BJP മാത്രമാണ്. അതുകൊണ്ട് അത്തരം ഇപ്പോൾ ഇന്ത്യ സഖ്യമായി മത്സരിച്ചാൽ പോലും നമുക്ക് അതിജീവിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വരെ പല വാർഡുകളിലും ഇന്ത്യ സഖ്യമായിട്ടാണ് അവർ മത്സരിക്കുന്നത്. അത്തരം വാർഡുകളിൽ 50%-ലേറെ വോട്ട് മേടിച്ചുകൊണ്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു പ്രതിസന്ധിയും അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. BJP ഒരു കേരള നിയമസഭയിലേക്ക് പാലക്കാട് നിന്നും ഒരു MLA ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പലപ്പോഴും ഈ വാർഡ് ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, ഒരു വാർഡിൽ നിന്ന് വിജയിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വാർഡ് വീണ്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. അല്ലാതെ പലപ്പോഴും അത് ജനങ്ങൾ അംഗീകരിക്കാറില്ല. ഇപ്പോൾ താങ്കൾ കഴിഞ്ഞ ടൈമിൽ വിജയിച്ച വാർഡ് വീണ്ടും വിജയിച്ചിട്ടുണ്ട്, വിജയിക്കാൻ BJPക്ക് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള എന്ത് പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ കഴിഞ്ഞു? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിജയം നേടാൻ കഴിഞ്ഞത്? തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചല്ലോ, ഞാൻ വിജയിച്ചിരുന്ന വാർഡ് 100% പാർട്ടി വാർഡല്ല, നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാർ വിധി നിർണ്ണയിക്കുന്ന വാർഡാണ്. ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു. ആ വാർഡിലെ 200ഓളം വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലായിരുന്നു. നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തോട് കടന്നു പോകുന്ന ഒരു മേഖലയാണ്. എല്ലാ വർഷവും സ്ഥിരമായി വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു പ്രശ്നം 2018-19 വർഷങ്ങളിലുണ്ടായിരുന്നു. അതിനൊരു പരിഹാരം കാണുക എന്നത് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വാഗ്ദാനമായിരുന്നു. കാരണം ഈ പ്രളയത്തിൻ്റെ ഒരു വിക്ടിം കൂടിയാണ് ഞാൻ. എൻ്റെ സഹോദരനെ നഷ്ടപ്പെട്ടത് 2018 പ്രളയത്തിലാണ്. അതുകൊണ്ട് അത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ വാഗ്ദാനമായിരുന്നില്ല, വ്യക്തിപരമായിട്ടുള്ള ഒരു ലക്ഷ്യമായിരുന്നു. പാലക്കാട് നഗരത്തിൽ 2018 ഉണ്ടായ പ്രളയത്തിൽ ആദ്യത്തെ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയത് എൻ്റെ സഹോദരൻ്റെയും കൂട്ടുകാരുടെയൊക്കെ ശ്രമത്തിൻ്റെ ഫലമായി. അതുകൊണ്ട് ഇതിൻ്റെ ദുരിതങ്ങൾ, അതിൻ്റെ ആഘാതം എത്രയാണ്, ഒരു കുടുംബത്തിൽ അതുണ്ടാക്കുന്ന ട്രോമ എത്രയാണ് എന്ന് നേരിട്ടാണ് അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞു. ആദ്യത്തെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ആദ്യത്തെ കൗൺസിൽ തന്നെ ഇതിനുവേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്ന് പറഞ്ഞു. പാലക്കാട് നഗരസഭ കൃത്യമായ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. പല തോടുകളിലും കൈവരികൾ ഉണ്ടായിരുന്നില്ല, പാർശ്വഭിത്തികൾ ഉണ്ടായിരുന്നില്ല. ടൈഡ് ഫണ്ട് പൂർണ്ണമായും അതിനുവേണ്ടി വിനിയോഗിച്ചു. പാലക്കാട് നഗരസഭയിൽ കിലോമീറ്ററുകളോളം, ഈ തോടിൻ്റെ കിലോമീറ്ററുകളോളം, എൻ്റെ ഒരു വാർഡിൽ മാത്രം 2 കോടി രൂപയാണ് ഈ തോടിൻ്റെ പാർശ്വഭിത്തി നിർമ്മിക്കാൻ വേണ്ടി മാത്രം വിനിയോഗിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും വർഷകാലത്തിന് മുന്നേ ഈ തോടിൽ യന്ത്രസഹായത്തോടുകൂടി തോടിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ മുഴുവൻ ഏപ്രിൽ-മെയ് മാസങ്ങളിലായി നീക്കം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലം ശ്രമിച്ചു. ഇതിൻ്റെ ഭാഗമായി ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ആഘാതം ഒരു 90% കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചു. ഇപ്പോഴും ചില മേഖലകൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിൽ എൻ്റെ വാർഡ് മാത്രമല്ല, പാലക്കാട് നഗരസഭയിലെ ഒരു 18ഓളം വാർഡുകളിലെ വലിയ പ്രശ്നമാണ് ഈ വെള്ളപ്പൊക്കം. ഇതിനൊരു ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ടി ശാസ്ത്രീയമായിട്ടുള്ള ഒരു കൺസൾട്ടൻസി നിയോഗിക്കുവാൻ ഒരു പുതിയൊരു ആശയം നമ്മൾ ലോകം മുഴുവൻ പ്രളയത്തെ പ്രതിരോധിക്കാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് റിവർ ലിങ്കിങ് പ്രോജക്റ്റ്, ബൈപ്പാസിംഗ് ഒക്കെ. അതുപോലെ ഈ തോടുകളെ, കാരണം പാലക്കാട് 2 പുഴകളുണ്ട്, കൽപ്പാത്തി പുഴയും കണ്ണാടി പുഴയുണ്ട്. ഒരിക്കലും
പുഴ കരകവിഞ്ഞ് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കൈത്തോടുകൾ കരകവിഞ്ഞ് ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കൈത്തോടുകൾ നഗരം ചുറ്റി നഗരത്തിൻ്റെ പുറത്ത് പോയിട്ടാണ് പുഴയിൽ ചേരുന്നത്. അപ്പോൾ ഈ കൈത്തോടുകൾ നഗരത്തിൽ പണ്ട് കാലത്ത് ഇറിഗേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള കൈത്തോടുകളാണ്. ഇന്ന് ആ കൈത്തോടുകൾ അപര്യാപ്തമായിട്ടുണ്ട്. കാരണം വീടുകൾ കൂടി, കോളനികൾ കൂടി, ഇറിഗേഷൻ ആവശ്യമില്ല. അപ്പോൾ ഈ കൈത്തോടുകളെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ പുഴയിൽ ലയിപ്പിക്കാനുള്ള ചില സാധ്യതകൾ, പുതിയ തോടുകൾ ബൈപ്പാസ് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് പുഴയിലേക്ക് ഇറക്കാനുള്ള ബൈപ്പാസ് തോടുകൾ, ഇത്തരം ഒരു ആശയം നഗരസഭയിൽ ആദ്യമായി മുന്നോട്ട് വയ്ക്കും. അതിന് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും പിന്തുണ ലഭിക്കും. പാലക്കാട് നഗരസഭ പാലക്കാട് IITയുമായി ഈ സാധ്യത പഠിക്കുവാൻ വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കും. അവരുടെ ആ സമിതിക്ക് വേണ്ടി 17 ലക്ഷം മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ IITയുടെ വിദഗ്ധ സമിതിയുടെ അഭിപ്രായ പ്രകാരം ഈ വെള്ളപ്പൊക്ക ഭീഷണിക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നതാണ് ഞങ്ങളുടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അജണ്ടയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാർഡിൽ ഒരു ലൈബ്രറി 2 വർഷക്കാലത്തിനിടയ്ക്ക് ഒരു മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു ലൈബ്രറി സജ്ജീകരിക്കാൻ കഴിഞ്ഞു. പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും 10,000-ലധികം പുസ്തകങ്ങൾ സമാഹരിച്ചുകൊണ്ട് ആ ലൈബ്രറിക്ക് മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം പണിതുകൊണ്ട് ഇന്ന് ആ ലൈബ്രറി ഒരു മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രം കൂടിയാണ്. രാത്രികാലങ്ങളിൽ വിദ്യാർത്ഥികൾ വരുന്നു, ഒരു ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്നു. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ആ ലൈബ്രറിയിൽ നിന്നും കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ പഠിച്ചിറങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കുറച്ച് വിദ്യാർത്ഥികൾ എൻട്രൻസ് നേടിപ്പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ വളരെ സജീവമായി 365 ദിവസം ഇടനിലക്കാരൊന്നുമില്ലാതെ അവർ വിളിക്കുന്ന സമയത്ത് നേരിട്ടിട്ട് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വാർഡ് നിലനിർത്താൻ സാധിക്കുന്നത്. ഈ വാർഡ് വിഭജനം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. എൻ്റെ വാർഡിലെ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള 200ഓളം കുടുംബങ്ങൾ മറ്റൊരു ന്യൂനപക്ഷ വാർഡിലേക്ക് വെട്ടിമാറ്റി ഈ വാർഡിനെ ടാർഗറ്റ് വാർഡായിരുന്നു. എങ്ങനെയും വീഴ്ത്തുക, കാരണം പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ താമസിക്കുന്ന വാർഡാണ്. ഒരു ടാർഗറ്റഡ് വാർഡായിരുന്നു. കഴിഞ്ഞ ബൈ ഇലക്ഷൻ സമയത്ത് അബിൻ വർക്കി വെല്ലുവിളിച്ച വാർഡായിരുന്നു. കൃഷ്ണകുമാർജിയുടെ വീട് നിൽക്കുന്ന വാർഡിൽ വരെ കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന് വെല്ലുവിളിച്ച വാർഡാണ്. എല്ലാ കാലഘട്ടത്തിലും വലിയ ഗൂഢാലോചന ആ വാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടി ഉണ്ടാകാറുണ്ട്. അത്തരം വെല്ലുവിളികളെ പോലും നേരിട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വാർഡ് നിലനിർത്താൻ സാധിച്ചു എന്നത് വലിയ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമാണ്. ഈ പാലക്കാടിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നഗരസഭയിൽ കേവല ഭൂരിപക്ഷം എന്നുള്ള അവസ്ഥയിലേക്ക് എത്താൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഭരണത്തെ ബാധിക്കുമോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു സാഹചര്യങ്ങളൊക്കെ? ഇല്ല, ഈ കേവല ഭൂരിപക്ഷം എന്നത് തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അപ്രസക്തമാണ്. കാരണം നിയമസഭ പോലെയോ പാർലമെൻറ്റ് പോലെയോ അത്തരം ചട്ടങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ചട്ടങ്ങളും തിരഞ്ഞെടുപ്പ് രീതികളുമാണ്. അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്ത മാധ്യമങ്ങളാണ് ഇത്തരം കഥകൾ അടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ 52-ൽ 24 സീറ്റുള്ളപ്പോൾ BJP കൃത്യമായി 5 വർഷം ഭരിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തുറന്നു പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ രാഷ്ട്രീയ തന്ത്രമാണ്. അത്തരം തന്ത്രങ്ങളും മന്ത്രങ്ങളും അറിയുന്ന ശിവരാജേട്ടനെ പോലെ, നടേശേട്ടനെ പോലെ, കൃഷ്ണകുമാരേട്ടനെ പോലെ സീനിയറായിട്ടുള്ള ഒരുപാട് നേതാക്കളുള്ള ഒരു സ്ഥലമാണ് പാലക്കാട്. 4 പതിറ്റാണ്ട് കാലം ഈ നഗരസഭാ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്. അവർക്ക് വളരെ അനായാസം ഇവിടെ ഭരണസമിതി രൂപീകരിക്കാൻ സാധിക്കും. 5 വർഷം കൃത്യമായി നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ പാലക്കാട് നടപ്പിലാക്കുവാൻ BJPക്ക് സാധിക്കും. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് 26-ാം തീയതി വരെ ഇത്തരം വാദങ്ങൾക്ക് ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ കൃത്യമായ BJPയുടെ ഭരണസമിതി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആശങ്കയുമില്ല. ഇപ്പോൾ ജയിച്ച വാർഡിനെ കുറിച്ച്, അതായത് അവിടെ താങ്കൾക്കെതിരെ നിന്നത് UDFൻ്റെ ചെയർമാനായിരുന്ന ആളാണ്. നിലവിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് അവർ മുന്നോട്ട് വെച്ച ആളാണ്. KPCCയുടെ സെക്രട്ടറിയുമായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, സാമുദായികമായ പിന്തുണയും സാമ്പത്തികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ താങ്കൾക്ക് വിജയിക്കാൻ സാധിച്ചു. എന്തുകൊണ്ടാണത്? എങ്ങനെ അത് കഴിഞ്ഞു? തീർച്ചയായും വലിയൊരു സ്റ്റാൾവാർട്ടിനെയാണ് നേരിടേണ്ടി വന്നത്. ഒട്ടേറെ അനുകൂല ഘടകങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹം വലിയ ബന്ധുബലമുള്ള ഒരു പ്രാദേശികവാസിയായിരുന്നു. ഞാൻ ആ വാർഡിന് പുറത്തുനിന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് സാമുദായികമായിട്ടുള്ള പിന്തുണയുണ്ടായിരുന്നു. വലിയ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഉടനീളം വോട്ടർമാർക്ക് പണം കൊടുത്ത് സ്വാധീനിക്കാനുള്ള വലിയ നീക്കങ്ങളും ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അത്തരം ചില പ്രവണതകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പച്ചയ്ക്ക് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. MP നേരിട്ട് വന്ന് വീട് വീടാന്തരം കയറി പ്രചരണം നടത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. UDFൻ്റെ പ്രബലമായിട്ടുള്ള നേതാക്കന്മാർ വാർഡിൽ നേരിട്ടിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചു.
നമ്മുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് ഞാൻ ആദ്യമായി വാർഡിലേക്ക് പോകുന്ന ദിവസം തന്നെ അദ്ദേഹം ഒരു 3 റൗണ്ട് പൂർത്തീകരിച്ചിരുന്നു വാർഡിൽ. നമ്മൾ അതും കൂടി ചേസ് ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ സാധിച്ചത് നമ്മുടെ അച്ചടക്കമുള്ള ജനകീയരായിട്ടുള്ള സഹപ്രവർത്തകരുടെ ടീം വർക്ക് കൊണ്ടാണ്. കൃത്യമായി സംഘടനാ നേതൃത്വം കൃത്യമായി ഇടപെടൽ നടത്തി ഒരു കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടാക്കി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരം വെല്ലുവിളികളൊക്കെ അതിജീവിക്കാനുള്ള ഒരു പ്രവർത്തനം ഒറ്റക്കെട്ടായി നടപ്പിലാക്കി. അവസാനത്തെ ഒരു 5 ദിവസം ഒരു ഹൈ പിച്ചിൽ പ്രചരണം പോയപ്പോൾ എതിരാളികൾക്ക് നമ്മുടെ സ്ട്രാറ്റജി എന്താണ്, നമ്മുടെ അടുത്തെത്താൻ പോലും സാധിക്കാത്ത രീതിയിൽ വലിയ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. അതുകൊണ്ട് ഒരു ടീം വർക്കിൻ്റെ വിജയമാണ്. വാർഡിൽ ജനകീയരായിട്ടുള്ള ഒട്ടേറെ സഹപ്രവർത്തകരുണ്ടായിരുന്നു. അവർക്ക് കൂടിയുള്ള ഒരു അംഗീകാരമാണ്. കാരണം വാർഡിന് പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. എനിക്ക് പൂർണ്ണമായും എൻ്റെ വ്യക്തിപരമായ നേട്ടമായിട്ടല്ല ഞാൻ കാണുന്നത്. സംഘടനയുടെ നേട്ടമാണ്, അവിടെയുള്ള സഹപ്രവർത്തകരുടെ വിജയമാണ്. ഈ വിജയം 100% ഞാൻ അവിടുത്തെ സഹപ്രവർത്തകർക്കാണ് സമർപ്പിക്കുന്നത്. ഒരു ജനാധിപത്യത്തിൻ്റെ ഭരണക്രമത്തിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും നിർണായകമായ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ചും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുണ്ടാക്കുന്ന നിയമങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ കൊണ്ടേ കഴിയുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു ജനകീയ പ്രവർത്തനത്തിലൂടെ താങ്കൾക്ക് ഇങ്ങനെ ഒരു വിജയങ്ങൾ നേടാൻ സാധിച്ചു. ഒപ്പം തന്നെ പാർട്ടിയുടെ നഗരസഭ പിടിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിക്കാൻ സാധിച്ചു. ഇനിയും ഒരുപാട് ജനകീയ പ്രവർത്തനങ്ങളും ജനപ്രതിനിധിയായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. ജനങ്ങളുടെ പിന്തുണ കൂടുതൽ വർദ്ധിക്കട്ടെ. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു.